ആദ്യത്തെ 10 MLA-മാരുടെ കൂട്ടത്തിൽ ഈ 38 വോട്ടിന് ജയിച്ച നജീബ് കാന്തപുരം ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തന നേട്ടങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച MP-മാരിലൊരാളായിട്ടുള്ള ഷാഫി പറമ്പിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാന്തപുരം, നിങ്ങൾ 38 വോട്ടിന്റെ ലീഡല്ലേ എന്ന് പല ആളുകളും നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മളെ കളിയാക്കാനുള്ള അവസരമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ്. നമ്മുടെ കുടുംബങ്ങളിൽ അനാഥമാക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്കൂളിലെ പഠനകാലത്ത് ധനസഹായം കൊടുത്തിടക്ക് നമ്മുടെ കറന്റ് ചാർജ് 5 തവണ, നിത്യരോഗികളായ ആളുകൾക്ക് ചികിത്സ ധനസഹായം ലഭിക്കുമായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തലാക്കിയ പിണറായി ഗവൺമെന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് നമ്മുടെ വോട്ടുകളെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവതി യുവാക്കളെ നോക്കുകുത്തികളാക്കി 2.5 ലക്ഷം പേർക്ക് പിൻവാതിലൂടെ സ്വന്തക്കാർക്ക് നിയമനം നൽകിയ അഴിമതിക്കാരായ പിണറായി ഗവൺമെന്റിനെതിരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കേണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പകരം കേരളത്തിന്റെ നിയമസഭയിൽ 100 വോട്ടിന്റെ 100 സീറ്റിന്റെ ലീഡ് നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ തിളക്കമാർന്ന വിജയത്തോടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന MLA-മാരുടെ കൂട്ടത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ MLA പ്രിയങ്കരനായ നജീബ് സാഹിബ് അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളായ റിപ്പോർട്ടർ ചാനല് റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ, മീഡിയ വൺ റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ UDF-ന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, എന്റെ ഇവിടുത്തെ കാരണവന്മാർ, അതുപാജി അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്നേഹനിധികളായ സഹോദരിമാരെ, എന്റെ കുട്ടികളെ, ബഹുമാന്യരെ, നമ്മള് കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് പരിമിതികളിൽ നിന്ന്, അവഗണനകളിൽ നിന്ന്, വളരെ പ്രതിപക്ഷത്തുള്ള MLA-മാരെ നോക്കി വെച്ച് വെട്ടുന്നതിൽ നിന്ന് ഏറ്റവും വൈദഗ്ധ്യം നേടിയ ഒരു സർക്കാരിന്റെ കാലമായിരുന്നു. അത് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പരിഗണനയുടെ കാലം തുടങ്ങുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി 100-ലേറെ സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എഴുതി തന്നാൽ മതി, അത് മുഴുവനും നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് അധികാരമേൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എന്റെ മുമ്പിൽ ഈ ഒരു വിഷയം വളരെ നേരത്തെ തന്നെ റോഡിന്റെ കാര്യം ഇവിടെ അറിയിച്ചു. ബഹുമാന്യനായ നാസർ മാഷ് ഇപ്പോൾ ആവർത്തിച്ചു. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും ശക്തമായി പാർട്ടിക്ക് അടിവേരുള്ള ഒരു പ്രദേശത്ത് അത് നമുക്ക് നടപ്പാക്കാൻ കഴിയാത്തത് ഈ 2026 തന്നെ നമുക്ക് ആദ്യത്തെ ഫണ്ടിൽ തന്നെ BM&BC ആയി നമ്മുടെ റോഡ് നവീകരിക്കാനുള്ള ഫണ്ട് മാറ്റിവെക്കാം. യാതൊരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾ പള്ളിന്റെ മുമ്പിലുള്ള നമ്മുടെ ലോവാ സ്ലേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത്തവണ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് മണ്ഡലം UDF കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നത്, നമുക്ക് 1 കോടി രൂപ ഇത്തവണ ഫുള്ളായിട്ട് ലൈറ്റിന് മാറ്റി വെക്കണം. എല്ലായിടത്തും വെളിച്ചമില്ലാത്ത എല്ലാ സ്ഥലത്തും വെളിച്ചം വെപ്പിക്കാൻ നമുക്ക് ആ ഒരു ഫണ്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൂടിയാണ് അതിൽ ആദ്യത്തെ പരിഗണന. ഇപ്പൊ അത് വന്നതിന്റെ ലിസ്റ്റിലുണ്ടല്ലേ, ഇത് അമയിലേക്ക് പറമ്പിലെ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 3 കൊല്ലമായി ഇവിടുത്തെ കോൺട്രാക്ടർമാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാം, ഒരു പണിയും കോൺട്രാക്ടർമാരെടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവര് ലോൺ എടുത്തും മോഡി എടുത്തുമൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അത് 3 കൊല്ലം കഴിഞ്ഞും 4 കൊല്ലം കഴിഞ്ഞും കിട്ടാത്ത ഒരുപാട് പണി. ഈ ലൈറ്റ് വെക്കുന്നവർക്കാണെങ്കിൽ 3 കൊല്ലമായിട്ട് പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള സാമ്പത്തിക